എല്ലാവർക്കും മീനൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇത് വന്നിട്ട് നമ്മൾ ട്രിപ്പിൻ്റെ 3rd പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അവസാനം നമ്മൾ കൊച്ചൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇതാ അവിടുത്തെ വയലാണ് ഗായ്സ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ്. രാവിലെ എണീറ്റൊക്കെ നോക്കാൻ നല്ല സൂര്യനൊക്കെ ഉദിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂവും ജമന്തിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ പോയി. ഇറങ്ങിയൊന്നുമില്ല, നമ്മളതൊക്കെ ഒന്ന് പോയി കണ്ട്. ഇത് തക്കാളിയാണ് ഗൈസ്, തക്കാളിപ്പറമ്പാണ് ഗൈസ്. അതിൻ്റെ അപ്പുറത്ത് ജമന്തി ഉണ്ട്, കണ്ടു ഗൈസ്. മഞ്ഞ മഞ്ഞ ഓണത്തിന് വരാനുള്ള ജമന്തികളാണ് ഗൈസ് പൂത്ത് നിൽക്കുന്നത്. ഇത് മുല്ലപ്പൂവാണ് ഗൈസ്. നമ്മൾ രാത്രി എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ലേ, ആ മുല്ലപ്പൂക്കളാണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ മുല്ലപ്പൂവൊക്കെ കണ്ടിട്ട് നമുക്കിനി ഒരു വിളക്ക് കാണാൻ പോകണം. കൊച്ചച്ഛൻ്റെ കൂട്ടുകാരൻ ഉണ്ടാക്കിയ വിളക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് കൊച്ചച്ഛൻ കുറച്ച് എക്സ്പ്ലനേഷൻ തരും കേട്ടോ. ഇതാണ് കിടാവിളക്ക് കല്ല്, കിടാവിളക്ക് കല്ല്. ഇതിൽ ഡോറ് വരും, കല്ലില് ഡോറ് വരും. ഡോറ് നമുക്ക് വെട്ടം വെളിയിൽ കാണുന്നത് ഓം എന്ന അക്ഷരം മാത്രമേ കാണാവൂ. തിരിച്ച് ഇതിന് 3 ഡോറാണ്. കരിങ്കല്ലാണ്, പൊങ്ങലില്ല. ബാക്കി ഇവിടെ ശിവലിംഗത്തിൻ്റെ വെട്ടം മാത്രം പുറത്തു വരും. ഇതേ കണക്ക് അപ്പുറത്ത് വരണമുണ്ട്. ഇത് താമരപ്പൂ കണക്കിന് 4 കുംഭം. അത് ചെയ്യണ ആളാണ് ഈ ഇരിക്കുന്നത്. ഇത് 4 തൂണ്. ഇത് തൂണെല്ലാം തനിച്ച് വരും. ഇത് ഹോളാക്കി ഇത് തനി കടഞ്ഞെടുത്തിട്ട് തനി കാണിക്കും. ഇത് മാതിരി ഡോറ് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് ഇത്. രംഗൻ കാണിച്ചു മതിയാ. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ആ കിടാവിളക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ കാപ്പി നമ്മൾ കുടിച്ചത് ചോറും സാമ്പാറും വടകളുമായിരുന്നു ഗൈസ്. ഉഴുന്നുവട ഉണ്ടായിരുന്നു, പരിപ്പുവട ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ കാപ്പിക്ക് എന്താ, പുട്ട്, അപ്പം, ദോശ. അവിടത്തുള്ളവർ രാവിലെ കഴിക്കുന്നതാണ് ചോറും സാമ്പാറും കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ തുമ്പിയും അതുപോലെ ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോകാനാണ് ഗൈസ് പോയത്. പക്ഷേ അവിടുത്തെ വരൾച്ച കാരണം വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതുവരെ പോയില്ലേ എന്ന് വിചാരിച്ച് അവിടെ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ പാർക്കിൽ കയറി കളി തുടങ്ങി. അവരെല്ലാം ഇങ്ങനെ ആടുന്ന ഊഞ്ഞാലില്ലേ, നമ്മുടെ ഡ്രാഗൺ ആടുന്ന പോലെ ആടുന്ന ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി ഞാനും സഞ്ജനയും കുപ്രിയും തുമ്പി എല്ലാവരും കൂടെ കയറി അതിൽ നിന്ന് കളിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എക്സ്പ്രഷനൊക്കെ വാരിയിടുകയാണ് തുമ്പി. അത് കഴിഞ്ഞ് കണ്ടു ഗൈസ്, പേടിയില്ലാത്ത പോലെ ഇരിക്കുന്നെങ്കിലും മനസ്സിൽ പേടിയുണ്ട് ഗൈസ്. നമ്മൾ കളിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാത്തിലും കയറിയായിരുന്നു. അവിടെയുള്ള പിള്ളേർ കയറുന്ന എല്ലാത്തിലും കയറിയായിരുന്നു. അത് നമ്മൾ സീസോയിൽ പോയി കയറി, ഞാനും സഞ്ജനയും കൂടെ. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരെ കാട്ടി കഷ്ടമാണ് നമ്മൾ അങ്ങനെ കുറേ നേരം സീസോയിലൊക്കെ കളിച്ചു. അപ്പോൾ സീസോയിൽ കളിച്ചപ്പോൾ അപ്പുറത്ത് കൊച്ചുങ്ങൾ കറങ്ങുന്ന ഒരിതുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച് കയറണ്ടെന്ന്. പക്ഷെ ഞാനും തുമ്പി അതിൽ വലിഞ്ഞ് കയറി. ഞാനും തുമ്പി തനു കുപ്രി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അതിൽ കിടന്ന് കറങ്ങി കളിച്ചു. പിന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു. പിന്നെ ഇതുകൊണ്ട് അപ്പുറത്ത് പിള്ളേർ കളിക്കുന്നു, അതിലൊക്കെ പോയി കളിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഇല്ല. അത് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോയി കുഞ്ഞിയുടെയും കൊച്ചച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു, ലഡുവൊക്കെ തിന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു ഗൈസ്. ഗൈസ്, തനുവിന് കേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സെലിബ്രേഷനും കൂടെ ഉണ്ടായിരുന്നു ഗൈസ് രാത്രി. അങ്ങനെ രാത്രി അമ്മയും കുഞ്ഞുമാരും എല്ലാവരും കൂടെ പോയി ഗിഫ്റ്റ്സൊക്കെ വാങ്ങിച്ചായിരുന്നു. അതിപ്പോൾ കൊടുക്കുന്ന ചടങ്ങുണ്ട്. ഇതാണ് കൊച്ചച്ഛൻ്റെ ഫാമിലി. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും തിന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. അന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പിടിയും ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കൊച്ചച്ഛൻ്റെ കൂടെ അഭിപ്രായം ചോദിക്കാം. അപ്പം നമുക്ക് കൊച്ചച്ഛൻ്റെ അഭിപ്രായം കേൾക്കാം.
എന്താണ് അഭിപ്രായം? ചോദ്യം ചോട്ട് എന്തിനാണ് അതാണ് കാര്യം. എന്തെന്ന് ചോദിച്ചു എന്തൊരു കൊള്ളാം, കൊള്ളാമോ? സൂപ്പറാണ്. അപ്പൊ നമുക്ക് കഴിക്കാം. കഴിഞ്ഞ് നമ്മൾ പോവാനിറങ്ങി. നമ്മൾ രാത്രി തന്നെ പോവാനിറങ്ങി. കുപ്രി ഭയങ്കര കരച്ചിലായിരുന്നു ഗൈസ്. അത് കണ്ടപ്പോൾ നമുക്കും കരച്ചിൽ വന്നു ഗൈസ്. ഫ്രണ്ട്സ് കുറച്ച് കഴിഞ്ഞ് ഓക്കെയൊക്കെ ആയി. വിഷമമുണ്ടെങ്കിലും ടാറ്റയൊക്കെ പറഞ്ഞപ്പോൾ ടാറ്റയൊക്കെ തന്നായിരുന്നു. കണ്ടു ഗൈസ്, ടാറ്റയൊക്കെ തന്ന് ഇങ്ങനെ കുഞ്ഞു പോയി ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ണൊക്കെ തടച്ച് കുറേ നേരം ഭയങ്കര സൈലൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് അലച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് മിണ്ടാതായി. അങ്ങനെ കൊച്ചൻ തനുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, തനു ഒരു ഉമ്മോട് തനു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുപ്രി ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ഇതാ ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് തനുവിന് ഭയങ്കര നാണമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവളും ഓക്കെ ആയി. അവൾക്ക് അവൾ ചിരിച്ചു. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അന്നത്തെ ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ദിസ് ഇസ് സ്നേഹ മിനു സൈനിങ് ഓഫ്. ബൈ.